ആഭ്യന്തരമന്ത്രി അമിത്ഷാ MK സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായും ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ തമിഴ്നാടിന് സഹായ വാഗ്ദാനവുമായി കേരളം കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാവിധ സഹായവും ചെയ്യും ആവശ്യമെങ്കിൽ എന്നതാണ് കേരളം ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. എന്തായാലും തമിഴകത്തെ ദുരന്തത്തിൽ ഞെട്ടി നിൽക്കുകയാണ് അവിടെ സാഹചര്യങ്ങൾ. 39 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. തീരുന്നില്ല. നിരവധി ആളുകൾ ഇപ്പോഴും ആശുപത്രിയിലാണ്. പലരുടെയും നില ഗുരുതരം എന്നതാണ് സാഹചര്യം. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, ഇതുവരെ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് വിജയ് അവിടെ എത്തും എന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് ആളുകളുടെ തടിച്ചുകൂടുന്നതിന് ഇടയാക്കിയത്. അത് വിജയുടെ പാർട്ടിയുടെ പ്രവർത്തകരുണ്ടാവാം, വിജയുടെ ആരാധകരുണ്ടാവാം. ഈ രണ്ട് തരത്തിലുള്ള ആളുകളും അവിടെ കൂടിയിട്ടുണ്ടാവാം. ഈ വിഷയം കൈകാര്യം ചെയ്ത് ഇതിൻ്റെ സംഘാടനത്തിൽ ഒരു ഗുരുതരമായ പിഴവ് പറ്റി എന്നത് തന്നെയല്ലേ പ്രാഥമികമായ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇതിൻ്റെ തുടക്കം മുതൽ ഈ അപകടത്തിൻ്റെ അവസാനം വരെയുള്ള ആ സാഹചര്യങ്ങളെ നോക്കിക്കാണുമ്പോൾ, ആ ദൃശ്യങ്ങളടക്കം വിലയിരുത്തുമ്പോൾ നമുക്ക് വ്യക്തമാവുന്നത് എങ്ങനെയാണ് അഭിലാഷ്? സജിത്ത്, നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഒരു വലിയൊരു നമുക്കറിയാം, വിജയെ പോലൊരു സിനിമാ നടൻ ഒരു പ്രദേശത്തേക്ക് എത്തുമ്പോൾ അത് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ 4 മാനാടുകളിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരക്ക്, അഭൂതപൂർവമായ തിരക്ക് അവിടെ ഉണ്ടായിട്ടും ഇത്തവണയും വലിയ രീതിയിൽ ഒരു തിരക്കുണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും 500ഓളം പോലീസുകാരെയാണ് അവിടെ നിയമിച്ചത് എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ച പറ്റിയിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാനായിട്ട് നമുക്കറിയാം 10,000 മുതൽ 20,000 പേരെ വരെ അവിടെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് DGP തന്നെ പറയുന്നിടത്താണ് അവർ 500 പോലീസുകാരെ മാത്രം വിന്യസിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വലിയ ജനക്കൂട്ടം വിജയെ പോലെ ഒരാളെ കാണാൻ വേണ്ടി വരുമ്പോൾ 500 പേരെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? 20,000 പേരേക്ക് 500 പേര് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച ആദ്യം വന്നിരിക്കുന്നത് അവിടെ തന്നെയാണ്. രണ്ടാമത് TVKയുടെ കാര്യത്തിൽ വന്നത്, അവർ ഒരു പോലീസിനോട് അവർ അറിയിച്ചത് വൈകുന്നേരം 3 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഈ പ്രദേശത്ത് കരൂരിൽ മാനാട് നടക്കുക. അപ്പോൾ ഈ സമയത്താണ് അവർക്ക് പോലീസിൻ്റെ ഒരു സുരക്ഷയും നിയന്ത്രണങ്ങളും വേണ്ടത്. എന്നാൽ ഇവർ TVKയുടെ ഒഫീഷ്യൽ ഹാൻഡിലുകളിൽ അവർ പറഞ്ഞിരുന്നത് ഉച്ചയ്ക്ക് 12 മണിക്ക് വിജയ് കരൂരിലെത്തുമെന്നായിരുന്നു. അപ്പോൾ ഈ 12 മണിക്ക് വിജയ് എത്തുമെന്ന് പ്രതീക്ഷിച്ച് പാർട്ടി പ്രവർത്തകരും ആരാധകരും അടക്കം, കുട്ടികളടക്കം നിരവധി ആളുകൾ, അതായത് ആയിരക്കണക്കിന് ആളുകൾ അവിടെ രാവിലെ 10 മണി മുതൽ തടിച്ചു കൂടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആളുകൾ തടിച്ചു കൂടുക റോഡിൻ്റെ സൈഡിൽ വെറുതെ നിൽക്കുകയായിരുന്നില്ല. അവർ കാണുന്ന വാഹനങ്ങൾക്ക് മുകളിലും അതുപോലെ കടകളുടെ മുകളിലും അവിടെ ചെറിയ തകരയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ തകരയുടെ മുകളിലും മരത്തിൻ്റെ മുകളിലുമൊക്കെ പറ്റിപ്പിടിച്ച് നിന്ന്, അതായത് രാവിലെ 10 മണി മുതൽ തന്നെ ഈ വിജയ് വരുന്ന ബസ് അല്പം പൊക്കമുള്ളതാണ്. അപ്പോൾ ഫേസ് ടു ഫേസ് നേരെ കാണാൻ വേണ്ടിയിട്ട് പൊക്കമുള്ള ഇടങ്ങളിലേക്ക് ആളുകൾ കയറാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെ കയറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതും മണിക്കൂറുകൾക്ക് മുമ്പ്. ഒരു 12 മണി മുതൽ വിജയ് അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നിടത്ത് വിജയ് എത്തിയത് രാത്രി 7:40-നാണ്. അപ്പോൾ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7:40 മുതൽ 8 മണി വരെയുള്ള ഒരു സമയം ആളുകൾ ഭക്ഷണം കഴിക്കാതെ, നേരെ വെള്ളം കുടിക്കാതെ, ഒന്ന് സ്വസ്ഥമായി ഒന്ന് ഇരിക്കാൻ കഴിയാതെ അത്രയും ഒരു തിങ്ങി നിറഞ്ഞ ഒരു മേഖലയിലാണ് ഈ ആളുകൾ നിന്നത്. അപ്പോൾ ഇവർക്ക് നിർജ്ജലീകരണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവുകയും അങ്ങനെയാണ് ആളുകൾ കുഴഞ്ഞു വീഴാൻ തുടങ്ങിയത്. മാത്രമല്ല, ഈ വിജയുടെ റാലി എന്ന് പറയുന്നത് റോഡിൽ ഒരു 4 വരി പാതയിലൂടെയാണ് കടന്നു വരുന്നത്. അപ്പോൾ ഈ 4 വരി പാതയിൽ കൂടെ കടന്നു വരുമ്പോൾ ഈ വിജയുടെ വാഹനത്തിന് കൂടെ തന്നെ ഈ കൂടി നിൽക്കുന്ന ആളുകൾ നടന്ന് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് തിരമാല പോലെ ആളുകൾ നടന്നു വരുന്നു, അടുത്ത ഭാഗത്തേക്ക് എത്തുന്ന ആളുകളിലേക്ക് അത് വന്നിടിച്ചു കയറുന്നു, പിന്നെ അവർ അവിടുന്ന് ഒരുമിച്ച് നീങ്ങുന്നു. ഇതാണ് ഒരു സാഹചര്യം. അപ്പോൾ ഈ ആളുകൾ ഈ തിങ്ങി നിറഞ്ഞ് നടക്കുമ്പോൾ തന്നെ കാല് തട്ടി വീഴുകയും, സൈഡിൽ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്, ആ വാഹനങ്ങളിൽ ഇടിച്ചു വീഴുകയും, അതുപോലെ സൈഡിൽ മരങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ ആളുകൾക്ക് നടന്നു പോകാൻ ഒരു തടസ്സമുണ്ടാവുകയും അങ്ങനെയാണ് ഇത്തരത്തിലൊരു തിക്കിലും തിരക്കിലും പെട്ട് ഇത്രയും അധികം ആളുകൾ 39 പേർ മരിക്കാനിടയായ ഒരു സാഹചര്യമുണ്ട്. അതിൽ 9 കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്, ഒരു കുടുംബത്തിലെ 3 പേരുണ്ട്, ഒരു അമ്മയും ഒരു മകളും, ആ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന യുവാവും. ഇങ്ങനെ 3 പേരടങ്ങുന്ന വളരെ ദാരുണമായ സംഭവങ്ങളാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഇത്തരത്തിൽ വലിയൊരു തിരക്ക്, 50,000-ലധികം ആളുകൾ ആ പ്രദേശത്ത് തടിച്ചു കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും 30,000-ലധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട്, DGP തന്നെ പറയുന്നുണ്ട്. ഇതിൽ തമിഴ്നാട് പോലീസ് കുറ്റപ്പെടുത്തുന്നത് TVK തന്നെയാണ്. അതായത് ഇത്തരത്തിൽ ഇത്രയും വലിയ ആളുകൾ അവർ വിളിച്ചു കൂട്ടുമ്പോൾ, അവരുടെ റാലി പറയുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആ പാർട്ടി ഒരുക്കിയില്ല എന്നുള്ളതാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള തിരക്ക് നിയന്ത്രിക്കാനുള്ള
ഭാഗം മാത്രമേ പോലീസിനുള്ളൂ. പക്ഷേ ഇത്രയും ആളുകൾ വന്നു കൂടുമ്പോൾ ആ ആളുകൾക്ക് വേണ്ട സൗകര്യം ഒരുക്കാൻ ആ പാർട്ടി ഇടപെട്ടില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു വിമർശനം വരുന്നുണ്ട്. അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, തമിഴ്നാട്ടിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളടക്കം TVKക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല വേറൊരു കാര്യമെന്ന് പറയുന്നത്, ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞ ഉടൻ വിജയ് അവിടെ നിന്ന് ചെന്നൈയിലെ വീട്ടിലേക്ക് പുറപ്പെട്ടു എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷം വിജയ്ക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വരെ വിജയ് ഒരു ആരാധ്യ പുരുഷനായിട്ട്, ഒരു ഹീറോ ആയിട്ട് കണ്ടിരുന്ന ആളുകൾ ഇന്ന് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് അവിടെ നിന്ന് ഓടി ഒളിച്ച ഒരു നായകനെ പോലെയാണ്, അല്ലെങ്കിൽ ഓടി ഒളിച്ച ഒരു ഭീരുവിനെ പോലെയാണ് അവിടുത്തെ ജനങ്ങൾ കാണുന്നത്. അത്തരത്തിൽ നിരവധി ആളുകൾ വിജയ്ക്കെതിരെ ചാനലുകൾ തോറും ബൈറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഇനി വിജയ് വന്നാൽ ചെരുപ്പൂരി അടിക്കുമെന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീയുടെ ബൈറ്റൊക്കെ നമ്മൾ നേരത്തെ പ്ലേ ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ ആളുകൾ, നാട്ടുകാർ തന്നെ വിജയ്ക്കെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ആശുപത്രിയിലേക്ക് ദൃശ്യങ്ങൾ വളരെ നമ്മളെ മനസ്സ് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള വിഷ്വൽസുകളും ആളുകളുടെ വിഷമങ്ങളുമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ നിലവിൽ ഈ വിഷയത്തിൽ DMK സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. എല്ലാവർക്കും പരിക്ക് പറ്റിയവർക്കും 1 ലക്ഷം രൂപയും അതുപോലെ മരണപ്പെട്ടു പോയ ആളുകളുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകുന്നുണ്ട്. മാത്രമല്ല അവരുടെ ചികിത്സ, പരിക്കേറ്റവരുടെ ചികിത്സ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അവർക്ക് വിദഗ്ധ ചികിത്സ നൽകുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതുപോലെ പ്രധാനമന്ത്രിയും രാജ്യത്തിൻ്റെ പ്രസിഡന്റും അടക്കം എല്ലാ ആളുകളും, പ്രമുഖരായിട്ടുള്ള എല്ലാ ആളുകളും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു വളരെ ദുഃഖപ്പെടുത്തുന്ന, അല്ലെങ്കിൽ വളരെ ആശങ്കപ്പെടുത്തുന്ന, ദുഃഖപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. അവരെല്ലാവരും അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻ ജഡ്ജ് അരുണ ആണ് ഈ ഒരു ജുഡീഷ്യൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇനി ബാക്കി നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മാധ്യമപ്രവർത്തകർ സ്റ്റാലിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ വിഷയത്തിൽ, ഈ സംഭവത്തിൽ, ഈ ദുരന്തത്തിൽ വിജയ്ക്കെതിരെ നടപടി ഉണ്ടാകുമോ, വിജയ്ക്കെതിരെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം ഇതിനു മുമ്പ് ആന്ധ്രയിൽ ഇത്തരത്തിലൊരു അപകടമുണ്ടായപ്പോൾ അല്ലു അർജുൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അന്ന് അല്ലു അർജുനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. അതേ ഒരു സാഹചര്യമാണ് ഇവിടെയുമുള്ളത്. അപ്പോൾ വിജയ് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടി തമിഴ്നാട് സർക്കാർ എടുക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ആ ചോദ്യത്തിന് മറുപടി നൽകിയത്, എന്ത് തരം നടപടികളായാലും അത് അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ. തൽക്കാലം ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രതികരണത്തിന് താൻ മുതിരുന്നില്ല. ജനങ്ങളുടെ ഇപ്പോൾ ഇതിൽ ബാധിക്കപ്പെട്ടവർക്ക് വേണ്ട ചികിത്സ നൽകുന്നതിനാണ് ആദ്യം ശ്രദ്ധ കൊടുക്കുന്നത് എന്നുള്ളതാണ് സ്റ്റാലിൻ്റെ പ്രതികരണം. മാത്രമല്ല ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും രാവിലെ തന്നെ ആശുപത്രിയിലെത്തി ബാധിക്കപ്പെട്ടവരെ കണ്ടു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ മറ്റൊരു സർക്കാരിനെതിരായിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ ആരോപണം ഉയർന്നത് TVKയുടെ ഹാൻഡിലുകളടക്കം ഇപ്പോൾ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ TVKയുടെ റാലിക്ക് മുമ്പ് അവിടെ ഈ സ്ഥലത്ത്, ഇതിൻ്റെ അടുത്ത് കോളനിപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റാലി നടത്തിയിരുന്നു. അവിടെ ഇതിനേക്കാളും വലിയ സൗകര്യമുള്ള നിരവധി ആളുകളെ ഉൾക്കൊള്ളാവുന്ന ഒരു വലിയ പ്രദേശമുണ്ടായിട്ടും ആ സ്ഥലം ഒഴിഞ്ഞു കിടന്നിട്ടും എന്തുകൊണ്ട് TVK, അതായത് DMKയുടെ റാലിക്കേക്കാൾ കൂടുതൽ ആളുകൾ എത്താൻ സാധ്യതയുള്ള TVKയുടെ റാലിക്ക്, വിജയെ കാണാൻ എത്തുന്ന വലിയൊരു സംഘം ആളുകൾ തടിച്ചുകൂടാൻ ഇടയുള്ള TVKയുടെ റാലിക്ക് എന്തുകൊണ്ട് ചെറിയ ഒരു 4 വരി പാത അവിടെ ഇതിന് അനുവദിച്ചുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യം TVKയും വലിയ രീതിയിൽ ഉന്നയിക്കുന്നുണ്ട്. അതായത് വിജയുടെ റാലികൾ കൃത്യമായി നടക്കരുത്, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്ന് സർക്കാർ അല്ലെങ്കിൽ DMK ആഗ്രഹിച്ചിരുന്നു. അത് പ്രകാരമാണ് കൃത്യമായ റാലികൾ നടക്കുന്ന സമയത്ത് കൃത്യമായ നിയന്ത്രണങ്ങളോ കൃത്യമായ സ്ഥലമോ സർക്കാർ അനുവദിക്കാത്തത് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ആ ആരോപണത്തിൽ ഒരു കഴമ്പുണ്ടെന്ന് വേണം തന്നെയാണ് സജിത്ത് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം DMKക്ക് വലിയ രീതിയിൽ അവരുടെ റാലി നടത്താൻ വലിയ സ്ഥലവും ഇത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന സ്ഥലത്ത് ചെറിയ സ്ഥലവും കൊടുക്കുന്നതിൽ എന്താണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി എന്താണെന്നുള്ളത് DMK തന്നെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വിവരിക്കേണ്ടി വരും. സജിത്ത്, യെസ്, എന്തായാലും ഇതിനിടയിൽ ഇന്നലെ ഈ താരം വിജയുടെ തന്നെ ഒരു നടപടി ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് ഇടവെച്ചു എന്ന കൂടി ആക്ഷേപമുണ്ട്. പ്രത്യേകിച്ച് പ്രസംഗിക്കുന്നതിനിടയിലാണ് ആളുകൾ കുഴഞ്ഞു വീഴുന്നത് കാണുന്നത്. ഇവർക്കിടയിലേക്ക് കുപ്പിവെള്ളം എറിഞ്ഞു കൊടുത്തു. ഇത് സ്വാഭാവികമായി